നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിലെ ക്ലാസ് ഇപ്പോൾ ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന നിങ്ങളുടെ സ്വന്തം ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ നിന്ന് ഒരു സന്ദർഭമാണ് നാം കഴിഞ്ഞ 2 ദിവസമായിട്ട് അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. അതിൽ ദൈവീ സമ്പത്തിനെ കുറിച്ചുള്ളതായ പഠനം നമ്മൾ നേരത്തെ നടത്തി. ആസുരീ സമ്പത്ത് നമ്മുടെ പഠനത്തിന് ഇപ്പോൾ വിധേയമായി കൊണ്ടിരിക്കുന്നു. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആസുരീ സമ്പത്തിന്റെ ഓരോരോ സവിശേഷതകളായിട്ട് ധർമ്മങ്ങളായിട്ട് നമ്മെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ അതിന് ആദ്യം പറഞ്ഞവ നമ്മൾ വിവിധങ്ങളായ കഥകളിലൂടെ നേരിട്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതേസമയത്ത് 2-ാമത്തെ ശ്ലോകം പ്രവൃത്തിം ച നിവൃത്തിം ച ജന ന വിദുരാസുരാഃ. അസുരീ ബുദ്ധിയുള്ളവരായ ജനങ്ങൾക്ക് പ്രവൃത്തിയെയും നിവൃത്തിയെയും പറ്റി യാതൊരു സങ്കല്പവുമില്ല, യാതൊരു ചിന്തയുമില്ല. അതിനെ അവർ അറിയുന്നില്ല, അറിയണമെന്ന് താല്പര്യപ്പെടുന്നുമില്ല. അവര് എപ്പോഴും വികർമ്മത്തിൽ തൽപരരായി കഴിയുന്നവരാണ്. പ്രവൃത്തിയുടെ 2 അംശങ്ങളാണ് കർമ്മവും വികർമ്മവും. നാം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം സാത്വിക ബുദ്ധിയോടുകൂടി ലോക നന്മയ്ക്കായി ചെയ്യുമ്പോൾ അത് കർമ്മമായി. അതിന് വിപരീതമായിട്ട് ലോകത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ലാത്തതായ ലോകഹിതങ്കാരി അല്ലാത്തതായ സകല കർമ്മങ്ങളും അത് വികർമ്മങ്ങളാണ്. ഈ അസുരി ബുദ്ധികളെല്ലാം വികർമ്മങ്ങളിൽ അങ്ങേയറ്റം തൽപരന്മാരാണ്. അങ്ങനെ കർണന്റെ ജീവിതത്തിൽ വികർമ്മങ്ങളുടെ വലിയൊരു കോലാഹലമുണ്ട്. കർണൻ അരങ്ങത്ത് വരുന്നത് തന്നെ വികർമ്മം ചെയ്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ സന്ദർഭങ്ങൾ ഒന്നൊന്നായിട്ട് നാം മഹാഭാരതത്തിൽ നേരിട്ട് കണ്ടു. അസുരീ ബുദ്ധികളെല്ലാം വികർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് കൗരവപക്ഷം. അങ്ങനെയുള്ള ആ കർണനെ ദൂത് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴേക്കും കൃഷ്ണൻ വിളിച്ചുകൊണ്ടുപോയി ഏകാന്തതയിൽ വച്ച്
കർണന്റെ ചരിത്രം കേൾപ്പിക്കുന്നതും കർണനെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർണനുണ്ടാകുന്നതായ ശ്രേയസ്സും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു. കർണൻ അതിന് മറുപടി പറഞ്ഞ് തുടങ്ങുന്നിടത്താണ് നാം കഴിഞ്ഞ ദിവസത്തെ ചർച്ച പൂർത്തിയാക്കിയത്. കർണൻ പറഞ്ഞു കൃഷ്ണനോട്, അല്ലയോ കൃഷ്ണ, എന്നോട് നിനക്ക് വളരെയേറെ സ്നേഹമുണ്ട്, എന്റെ അഭ്യുദയം നീ വളരെയേറെ കാക്ഷിക്കുന്നു, അതുകൊണ്ടാണ് ഇത്രയേറെ മധുരമായിട്ടുള്ള വാക്കുകൾ വാത്സല്യയുക്തമായിട്ട് നീ എന്നോട് പറഞ്ഞത്. അതിന് നിന്നോട് ഞാൻ കടപ്പെട്ടവനാണ്. എങ്കിലും അല്ലയോ കൃഷ്ണ, നീ എന്നോട് പറഞ്ഞ എന്റെ ജന്മരഹസ്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം അറിയാം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിന് കുറെ നാളുകൾ മുമ്പ്, മാസങ്ങൾ മുമ്പ് സൂര്യൻ കർണന് സ്വപ്നദർശനം നൽകുമ്പോൾ സൂര്യന്റെ ആ സ്നേഹമിശ്രണമായ വാക്കുകൾ കേട്ടപ്പോഴേക്കും കർണന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കഴിഞ്ഞിരുന്നു. അതാണ് കർണൻ ഇവിടെ കൃഷ്ണനോട് സൂചിപ്പിക്കുന്നത്. കർണൻ പറഞ്ഞു, കന്യാഗർഭം സമാധത്ത ഭാസ്കരാൻമാം ജനാർദ്ദന. അല്ലയോ കൃഷ്ണ, എന്റെ അമ്മയായ കുന്തിദേവി കന്യകയായിരുന്ന അവസരത്തില് തന്റെ കയ്യിൽ ലഭിച്ചതായ ആ മന്ത്രത്തിന്റെ ശക്തി പരീക്ഷിച്ചു. അതിന്റെ ഫലമായിട്ട് സൂര്യനിൽ നിന്ന് അവൾക്ക് ഒരു പുത്രനുണ്ടായി. ആദിത്യവചന ചൈവ ജാതം മാംസാ വിസർജയത്. സൂര്യൻ തന്നെ അന്ന് കന്യകയായ കുന്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനിക്കുന്ന ഈ കുഞ്ഞ് വളരെയേറെ തേജസ്വിയായിരിക്കും, ബുദ്ധിമാനായിരിക്കും, കരുത്തുള്ളവനായിരിക്കും. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് കവചകുണ്ടലങ്ങൾ ഞാൻ ജന്മായത്തമായി തന്നെ നൽകിയിട്ടുണ്ടാകും. സൂര്യ ശോഭയോടുകൂടി തിളങ്ങുന്ന ഈ ബാലൻ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടും. പക്ഷെ ആ ബാലനെ ഇവിടെ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ വളർത്താനാവില്ല. കാരണം കുന്തി കന്യകയാണ്. ആ ബാലനെ അശ്വനദിയില് ഒഴുക്കിവിടാൻ സൂര്യൻ തന്നെ കുന്തിയോട് പറഞ്ഞിരുന്നു. അങ്ങനെ കുന്തി വളരെ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു പേടകത്തില് എല്ലാ രക്ഷാ സംവിധാനങ്ങളോടും കൂടി അശ്വനദിയില് ഒഴുക്കിവിട്ടു ആ ബാലകനെ. ആ ബാലകനാണ് കൃഷ്ണ ഞാൻ എന്ന് എനിക്ക് അറിയാം. ആ അശ്വനദിയിൽ നിന്നിട്ടാണ് എന്റെ വളർത്ത് പിതാവായിരിക്കുന്ന, എല്ലാവരും എന്റെ പിതാവ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന സൂതൻ അതിരഥൻ എന്നെ കണ്ടെടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ സോസ്മി കൃഷ്ണ തഥാ ജാതഃ പാണ്ഡോ പുത്രോസ്മി ധർമ്മതഃ. അല്ലയോ കൃഷ്ണ, ഞാൻ അങ്ങനെയാ ജനിച്ചേ. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ നിയമമനുസരിച്ച് ഞാൻ പാണ്ഡുവിന്റെ മകൻ തന്നെയാണ്. എങ്കിലും കുന്തി എന്നെ ആ പ്രകാരത്തിൽ ആ സന്ദർഭത്തിൽ ഉപേക്ഷിച്ചല്ലോ. അതുകൊണ്ട് എനിക്ക് വളരെയേറെ ക്ലേശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്റെ ജീവിതത്തില്. ഞാൻ ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ഉയർന്നു വരാനായിട്ട് അതെല്ലാം തന്നെ എനിക്ക് പ്രതിബന്ധമായി തീർന്നു. ഞാൻ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നത് പലതും എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ കാരണത്താലാണ്. എന്റെ യഥാർത്ഥ മാതാപിതാക്കളെ ലോകം അറിയുന്നില്ല, അറിയാനുള്ളതായ സാഹചര്യവും ഉണ്ടായില്ല. അങ്ങനെ എന്നെ അതിരഥനും രാധയും കൂടി വളർത്തി. നദിയിൽ നിന്ന് കിട്ടിയ ആ പിഞ്ച് ബാലകനെ എന്നെ അതിരഥൻ വളരെ സ്നേഹത്തോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി തന്റെ പത്നിയായിരിക്കുന്ന രാധയുടെ കരങ്ങളിൽ സമർപ്പിച്ചു. മസ്നേഹൈവ രാധായം സദ്യ ക്ഷീരമവാതരത്.
രാധയ്ക്ക് മക്കളില്ലാതുള്ള ദുഃഖത്തിൽ കഴിയുന്ന സന്ദർഭമായിരുന്നു അത്. എന്നെ കണ്ടപ്പോഴേക്കും സ്വന്തം പുത്രനോടെന്ന പോലുള്ളതായ വാത്സല്യം രാധയുടെ ഹൃദയത്തിലുണ്ടായി. അവളുടെ സ്തനങ്ങൾ ചുരന്നു. അങ്ങനെ രാധ പാലുകൊണ്ട് എന്നെ അഭിഷേകം കഴിച്ചു എന്ന് മാത്രമല്ല, ആ ബാല്യത്തില് സാമേ മൂത്രം പുരീഷം ച പ്രതിചഗ്രാഹ മാധവ, കൊച്ചു കുഞ്ഞായിരിക്കുന്ന എന്റെ മൂത്രവും മലവുമെല്ലാം ആ അമ്മ എടുത്തു. എന്നിട്ട് എന്നെ വൃത്തിയാക്കി ശുദ്ധമാക്കി വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് എന്നെ പരിപാലിച്ചു. ഒരു നിമിഷം പോലും എനിക്ക് കരയാനുള്ളതായ സാഹചര്യം ആ അമ്മ തന്നില്ല. അങ്ങനെ സ്നേഹത്തിന്റെ നടുവിൽ, അതിന്റെ പെരുമഴയിൽ രാധ എന്നെ വളർത്തി.